എല്ലാവർക്കും ഡീച്ചൂസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ഘാനയുടെ ഫസ്റ്റ് പ്രസിഡന്റായ ഡോക്ടർ ക്വാമി എൻക്രൂമെ മെമ്മോറിയൽ പാർക്കിലേക്കാണ്. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ക്വാമി എൻക്രൂമ മെമ്മോറിയൽ പാർക്കിലെ ലൈബ്രറിയിൽ നിന്നാണ്. ഘാനയുടെ സ്ഥാപക പ്രസിഡന്റായ ഡോക്ടർ ക്വാമെ എൻക്രൂമയുടെ ജീവിതവും ദർശനവും പാരമ്പര്യവും സംരക്ഷിക്കുന്നതിനായി ഒരുക്കിയിരിക്കുന്ന ശാന്തമായ ഒരു വിജ്ഞാന കേന്ദ്രമാണിത്. ഈ ലൈബ്രറിയുടെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യം കാണുന്നത് ഈ കാറാണ്. ഘാനയുടെ ആദ്യ പ്രസിഡന്റും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന ശില്പിയുമായ ഡോക്ടർ ക്വാമെ എൻക്രൂമെ ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക കാറാണ്. വർഷങ്ങൾ കടന്നുപോയിട്ടും ഈ വാഹനം അതീവ ശ്രദ്ധയോടെയാണ് സംരക്ഷിച്ചിരിക്കുന്നത്. രാജ്യത്തിൻ്റെ ഭാവി രൂപപ്പെടുത്താൻ അനവധി യാത്രകൾ നടത്തിയ ഈ വാഹനം ഒരു സാധാരണ കാർ മാത്രമല്ല, ഘാനയുടെ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച ഒരു വിലമതിക്കാനാവാത്ത പൈതൃകമാണ്. ലൈബ്രറിക്കുള്ളിലേക്ക് കടക്കുമ്പോൾ ഡോക്ടർ ക്വാമി എൻക്രൂമയുടെ ജീവിതവും ഘാനയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവും പറയുന്ന നിരവധി അപൂർവ പ്രദർശനങ്ങൾ നമ്മെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വ്യക്തിപരമായ വസ്തുക്കൾ, ചരിത്രപ്രസിദ്ധമായ ഫോട്ടോകൾ, ഔദ്യോഗിക രേഖകൾ, പുസ്തകങ്ങൾ, പുരസ്കാരങ്ങൾ, സ്മാരകങ്ങൾ എന്നിവ ഇവിടെ സൂക്ഷ്മമായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഈ ലൈബ്രറിക്കുള്ളിലെ മറ്റൊരു കാഴ്ചയാണ് ഈ ആർട്ട് ഷോപ്പ്. ഇവിടെ വളരെ വ്യത്യസ്തമായ കുറച്ച് വസ്തുക്കൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എല്ലാം ഘാനയുടെ പരമ്പരാഗത രീതിയെ സൂചിപ്പിക്കുന്ന ഓരോരോ വസ്തുക്കളാണ്. ഈ കാണുന്നതാണ് ഡോക്ടർ ക്വാമി എൻക്രൂമെ മെമ്മോറിയൽ പാർക്ക്. ഡോക്ടർ ക്വാമി എൻക്രൂമെ, ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഘാന. 1909 സെപ്റ്റംബർ 21 ഗോൾഡ് കോസ്റ്റിൽ ജനിച്ച ഇദ്ദേഹം ബാല്യകാലം മുതൽ തന്നെ വിദ്യാഭ്യാസത്തിനും സാമൂഹിക മാറ്റങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകിയ വ്യക്തിയായിരുന്നു. വിദ്യാഭ്യാസത്തിനായി അമേരിക്കയിലേക്കും പിന്നീടും ലണ്ടനിലേക്കും പോയ അദ്ദേഹം പിന്നീട് സ്വന്തം നാടായ ഗോൾഡ് കോസ്റ്റിലേക്ക് മടങ്ങിയെത്തി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 1957 മാർച്ച് 6 ഗോൾഡ് കോസ്റ്റ് സ്വാതന്ത്ര്യം നേടി ഘാന എന്ന പേരിൽ ലോകത്തിലെ ആദ്യത്തെ സബ് സഹാറൻ ആഫ്രിക്കൻ സ്വാതന്ത്ര്യ രാജ്യമായി മാറിയത്. തുടർന്ന് അദ്ദേഹം ഘാനയുടെ ആദ്യ പ്രസിഡന്റുമായി. ഡോക്ടർ എൻക്രൂമെ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ലായിരുന്നു. ആഫ്രിക്കൻ ഐക്യത്തിൻ്റെയും പാൻ ആഫ്രിക്കൻ ആശയങ്ങൾക്കു വേണ്ടി ശക്തമായി പ്രവർത്തിച്ച ദീർഘദർശിയായിരുന്നു. വിദ്യാഭ്യാസം, വ്യവസായവൽക്കരണം, രാജ്യത്തിൻ്റെ വികസനം എന്നിവയ്ക്ക് അദ്ദേഹം വലിയ പ്രാധാന്യം നൽകി. 1966 അദ്ദേഹത്തിൻ്റെ ഭരണകാലം അവസാനിച്ചെങ്കിലും ഘാനയുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും ആഫ്രിക്കൻ ഐക്യത്തിൻ്റെയും പ്രതീകമായ ഡോക്ടർ ക്വാമി എൻക്രൂമയുടെ പേര് ഇന്നും ചരിത്രത്തിൽ നിലനിൽക്കുന്നു. ഈ സ്മാരകത്തിനുള്ളിലാണ് ഡോക്ടർ ക്വാമി എൻക്രൂമയുടെയും ഭാര്യ ഫാത്തിയ എൻക്രൂമയുടെയും ഭൗതികാവശിഷ്ടങ്ങൾ സംസ്കരിച്ചിരിക്കുന്നത്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് സന്ദർശകർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും പാരമ്പര്യത്തെയും ആദരിക്കാൻ ഇവിടെ എത്തിച്ചേരുന്നു. ഘാനയുടെ ചരിത്രം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്മാരകം സന്ദർശനം ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരിക്കും.
ഡോക്ടർ ക്വാമി എൻക്രൂമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളിലൊന്നായിരുന്നു ഗാനയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം. ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്ന ഗോൾഡ് കോസ്റ്റിലെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി അദ്ദേഹം ശക്തമായി പ്രവർത്തിച്ചു. 1947 അദ്ദേഹം യുണൈറ്റഡ് ഗോൾഡ് കോസ്റ്റ് കൺവെൻഷനിൽ ചേർന്ന് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് ജനകീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നതിനായി കൺവെൻഷണൽ പീപ്പിൾസ് പാർട്ടി രൂപീകരിച്ചു. സെൽഫ് ഗവൺമെന്റ് നൗ എന്ന ആശയവുമായി അദ്ദേഹം ജനങ്ങളെ സ്വാതന്ത്ര്യത്തിനായി ഒന്നിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സമരരീതികളും ജനകീയ പിന്തുണയും ബ്രിട്ടീഷ് ഭരണകൂടത്തിനുമേൽ വലിയ സമ്മർദ്ദം സൃഷ്ടിച്ചു. തടവിലാക്കപ്പെട്ടിട്ടും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ശക്തമായി മുന്നോട്ടു നീങ്ങി. ഒടുവിൽ 1957 മാർച്ച് 6 ഗോൾഡ് കോസ്റ്റ് സ്വാതന്ത്ര്യം നേടി ഗാനയായി മാറി. ഡോക്ടർ എൻക്രൂമയുടെ സ്വപ്നം ഗാനയുടെ അതിർത്തികളിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. മുഴുവൻ ആഫ്രിക്കൻ രാജ്യങ്ങളെയും ഒന്നിപ്പിച്ച് മുന്നേറണം എന്ന പാൻ ആഫ്രിക്കൻ ആശയം അദ്ദേഹം ശക്തമായി പിന്തുണച്ചു. 1960 ഗാന റിപ്പബ്ലിക് ആയപ്പോൾ ഡോക്ടർ എൻക്രൂമയെ ആദ്യ പ്രസിഡന്റായി ചുമതലയേറ്റു. പിന്നീട് 1964 അദ്ദേഹം ഗിനിയയുടെ കോ പ്രസിഡന്റായി പ്രഖ്യാപിക്കപ്പെട്ടു. ആഫ്രിക്കൻ ഐക്യത്തിനും സ്വാതന്ത്ര്യത്തിനും നൽകിയ സംഭാവനകളെ ആദരിച്ചായിരുന്നു ഈ ബഹുമതി. ഗാനയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ശില്പിയും ആഫ്രിക്കൻ ഐക്യത്തിൻ്റെ ശക്തമായ വക്താവുമായ ഡോക്ടർ എൻക്രൂമയുടെ പാരമ്പര്യവും ഇന്നും ലോകമെമ്പാടും ഓർമ്മിക്കപ്പെടുന്നു. 1966 സൈനിക അട്ടിമറിയിലൂടെ അധികാരത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഗിനിയയിലേക്ക് പോവുകയുണ്ടായി. ആ സമയത്ത് ഗിനിയയുടെ പ്രസിഡന്റ് ആയിരുന്ന അഹമ്മദ് സെക്കോ ടൂറെ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ആഫ്രിക്കൻ ഐക്യത്തിൻ്റെ പ്രതീകമായി ആദരിക്കുകയും ചെയ്തു. 1972 ഏപ്രിൽ 27 ഗിനിയയുടെ തലസ്ഥാനമായ കോനാക്രയിൽ വെച്ച് ഡോക്ടർ ക്വാമെ എൻക്രൂമെ അന്തരിച്ചു. ചികിത്സയിലായിരിക്കെയായിരുന്നു അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണം ആഫ്രിക്കൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിനും പാൻ ആഫ്രിക്കൻ ആശയങ്ങൾക്കും വലിയ നഷ്ടമായി. അദ്ദേഹത്തിൻ്റെ ആദ്യ സംസ്കാരം ഗിനിയയിൽ തന്നെ നടന്നു. എന്നാൽ ഗാനയിലെ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഗാനയിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് നമ്മൾ കാണുന്ന ക്വാമെ എൻക്രൂമെ മെമ്മോറിയൽ പാർക്കിൽ ഡോക്ടർ എൻക്രൂമയുടെയും ഭാര്യ ഫാത്തിയ എൻക്രൂമയുടെയും ശവകുടീരങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. സ്വന്തം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി ജീവിതം സമർപ്പിച്ച ഈ മഹാനായ നേതാവിൻ്റെ ആദരസൂചകമായാണ് ഈ സ്ഥലം സംരക്ഷിച്ചിരിക്കുന്നത്. ഗിനിയയിൽ അവസാനിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര പിന്നീട് ഗാനയുടെ മണ്ണിൽ ഒരു ശാശ്വത സ്മരണയായി മാറി. ഒരു മഹാനായ നേതാവിൻ്റെ ജീവിതവും ഗാനയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവും ആഫ്രിക്കൻ ഐക്യത്തിൻ്റെ മഹത്തായ ആശയങ്ങളും അടുത്തറിയാൻ കഴിഞ്ഞ ഒരു മറക്കാനാവാത്ത അനുഭവമായിരുന്നു ഇത്. ചരിത്രം വെറും പുസ്തകങ്ങളിൽ മാത്രമല്ല, ഇത്തരം സ്ഥലങ്ങളിലൂടെയും സ്മാരകങ്ങളിലൂടെയും നമ്മളോട് സംസാരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ഗാനയുടെ തലസ്ഥാനമായ അക്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ സ്മാരകങ്ങളിലൊന്നായ ഇൻഡിപെൻഡൻസ് ആർച്ചിന് മുന്നിലേക്കാണ്. 1957 മാർച്ച് 6 ഗാന ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. ഗാനയുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും ദേശീയ അഭിമാനത്തിൻ്റെയും പ്രതീകമായാണ് ഇത് ഇവിടെ നിലകൊള്ളുന്നത്. സ്മാരകത്തിൻ്റെ മുകളിലെ ബ്ലാക്ക് സ്റ്റാർ ഗാനയുടെ സ്വാതന്ത്ര്യത്തെയും ആഫ്രിക്കൻ ഐക്യത്തിൻ്റെയും പ്രതീക്ഷയെയും പ്രതിനിധീകരിക്കുന്നു. താഴെ കാണുന്ന ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് എന്ന വാക്കുകൾ രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളായ സ്വാതന്ത്ര്യവും നീതിയും ഓർമ്മിപ്പിക്കുന്നു. ഈ സ്ഥലം വെറും ഒരു സ്മാരകം മാത്രമല്ല, ഗാനയിലെ ജനങ്ങൾ നേടിയ സ്വാതന്ത്ര്യത്തിൻ്റെയും അവരുടെ പോരാട്ടങ്ങളുടെയും ചരിത്രസാക്ഷിയാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു യാത്രയും കാഴ്ചകളുമായി വീണ്ടും കാണാം. അപ്പോൾ ശരി, ഓക്കെ, ബൈ ബൈ.